നിന്റെ നൂപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ. എന്തിനു വേറൊരു സൂര്യോദയം? ഇതാര്? ശ്രുതിയോ? ശ്രുതിക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. ഒരു രോഗിയോട് ആർക്കും തോന്നാവുന്ന സിമ്പതി, അതിനപ്പുറം സാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കതറിയാം. ഏതോ കടപ്പാടുകളുടെ പേരിൽ സാർ അത് മറച്ചു വെക്കാണ്. സ്വന്തം ജീവിതവും സ്വന്തം സുഖവും അതിനുവേണ്ടി വേണ്ടെന്ന് വെക്കാണ്. അല്ലെങ്കിൽ ആരോഗ്യവും സൗന്ദര്യമുള്ള സാറിന് നിങ്ങളെ പോലെ രോഗിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനാണ് സാറിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞ നന്ദേട്ടൻ അനുസരിക്കോ? നന്ദേട്ടൻ വേറെ വിവാഹം കഴിക്കണം. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നന്ദേട്ടൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നൊരു ദുഃഖം ബാക്കിയുണ്ടോ? അത് പാടില്ല. ആ കുട്ടിയുടെ പനി മാറിയോ നന്ദേട്ടാ? ഏത് കുട്ടിയുടെ? അച്ഛൻ പറഞ്ഞു അതിന് പനിയാണെന്ന്. നല്ല കുട്ടിയാ ശ്രുതി. അന്ന് ഇവിടെ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ആ കുട്ടി നന്ദേട്ടൻ നന്നായി ചെയ്യും. നന്ദേട്ടൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചൂടെ? ഉമ്മേ, നിന്റെ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാനും സംസാരിച്ചോട്ടെ നന്ദേട്ടാ. എതിര് പറയരുത്. നന്ദേട്ടൻ ഉമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് കരുതി എനിക്കിത് സാധിച്ചു തന്നൂടെ? എനിക്കിത് കാണണം, എനിക്കിത് കാണണം നന്ദേട്ടാ. അതുവരെ നീട്ടി കിട്ടണമെന്ന് ഒറ്റ പ്രാർത്ഥന ഇപ്പോഴുള്ളൂ. നന്ദേട്ടാ, നന്ദേട്ടാ, ഉമ്മേ, നന്ദേട്ടാ.